ഇത് മഞ്ഞൾ അരച്ച് പനിയിലോ അല്ലെങ്കിൽ ഇച്ചിരി പാലോ നന്നായിട്ട് അരച്ചെടുത്ത് ഇച്ചിരി ഫേസ് പാക്ക് മാതിരിയൊക്കെ ഇടുവാണെങ്കിൽ രക്തശുദ്ധി ഉണ്ടാവും. കാര്യം ആർക്കും കറുത്ത ഒരാളെ വെളുപ്പിക്കാൻ പറ്റിയ ഒരു മരുന്നും ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. നമ്മളുടെ രക്തശുദ്ധി ഉണ്ടായി നമ്മുടെ നല്ല പ്രസന്നമാവും നമ്മുടെ മുഖം, അത്രയേ ഉള്ളൂ. അല്ലാതെ കറുത്ത ഒരാളെ വെളുപ്പിക്കാവുന്ന അവകാശവാദമൊക്കെ വെറുതെയാണ്. അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് അതിന് ഒരു ഇത് ഇല്ല. പിന്നെ എല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ എന്തോ ആണ് ഇന്നിപ്പോ നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന ഫെയർ ആൻഡ് ലവ്ലി മാതിരിയുള്ള സാധനങ്ങൾ. അത് ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾ ബുക്സിലോ അല്ലെങ്കിൽ നിങ്ങൾ പല മാഗസീനിലോ വായിച്ച് കാണും. അതൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ നോക്കി കണ്ടുപിടിച്ചോളാം. കാര്യം അത്രയും മോശം ഇൻഗ്രീഡിയൻസ് വരെ അതിനകത്തുണ്ട്. അതൊക്കെ തേച്ച് മുഖം വെളുത്ത് കഴിഞ്ഞ് അത് നിർത്തി കഴിയുമ്പോൾ അറിയാം അതിന്റെ ബാഡ് എഫക്ട്സ് എന്തൊക്കെയാണ്. ഇന്ന് വരെ നാച്ചുറൽ ആയിട്ട് കറുത്ത ഒരാളെ വെളുപ്പിക്കാൻ പറ്റില്ല. ബട്ട് നമ്മുടെ ശരീരത്തിന്റെ രക്തത്തിന് ശുദ്ധി ഉണ്ടായി അതുവഴി നമ്മുടെ മുഖം നമ്മുടെ തൊലി പ്രസന്നമാകും. അതാണ് ഒരു മഞ്ഞളിന്റെ സവിശേഷത. പിന്നെ ഉള്ളത് കറിവേപ്പ്. നമ്മുടെ വീട്ടില് നമ്മൾ സാധാരണ കറികളിലെല്ലാം കറിവേപ്പില ചേർത്ത് താളിച്ചാണ് ഉപയോഗിക്കുന്നത്. കാര്യം വയറിന് ഇത്രയും സുഖകരമായ ഒരു അവസ്ഥ നൽകുന്ന വേറൊരു സാധനവുമില്ല. നമ്മള് നല്ലൊരു വയറിന് വേദന അല്ലെങ്കിൽ നല്ല വയറിന് അസ്വസ്ഥതയൊക്കെ ഉള്ളപ്പോൾ ഒരു നല്ല ഒരു 5-6 തണ്ട് കറിവേപ്പില എടുത്ത് നന്നായിട്ട് അരച്ച് മോടി കലക്കി കുറച്ച് 2-3 പ്രാവശ്യം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറിന്റെ അസ്വസ്ഥതകളെല്ലാം മാറും. ഈ എല്ലാ കറികളിലും ഈ കറിവേപ്പില ചേർക്കുന്നതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. നമ്മുടെ വയറിന് സുഖകരമായ അവസ്ഥ ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് കറിവേപ്പില ചേർക്കുന്നത്. അത് നമ്മൾ എടുത്ത് വെറുതെ കളയുക ചെയ്യുന്നത്. സാധാരണ കറികളിൽ നിന്ന് കറിവേപ്പില എടുത്ത് പുറത്ത് കളയും. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ആ കറിവേപ്പില ഉൾപ്പെടെ കഴിക്കുകയാണ് വേണ്ടത്. ഇത്രയും നല്ലൊരു ഔഷധം വേറെ ഇല്ല. വല്ലാതെ വയറിളക്കം വരുന്ന സന്ദർഭങ്ങൾ, വയറിന് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് ഏറ്റവും നല്ലൊരു ഔഷധമാണ് കറിവേപ്പില. പിന്നെ ഞാൻ പറഞ്ഞ കറുകപ്പുല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റത്തൊക്കെ ഉള്ള ഇന്ന് ലോൺ വെച്ച് പിടിപ്പിക്കുന്ന കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരു ലോണിന്റെ പുല്ലല്ല ഞാൻ പറഞ്ഞത്, അതുപോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരു ചെറിയ ഒരു ചെടിയാണ് ഈ പുല്ലാണ് ഈ കറുക. അത് ഈ പറഞ്ഞ പോലെ വയറിന് ഒരുപാട്. പിന്നെ നമ്മൾ ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങളിൽ നല്ലതാണ് അതിന്റെ നീര് എടുത്ത് കുടിക്കുന്ന. ഈ നമ്മുടെ മുറ്റത്ത് കിട്ടുന്ന കൂവളം, നമ്മുടെ ശിവക്ഷേത്രങ്ങളിലൊക്കെ കാണാം. കൂവളം എന്ന് പറയുന്ന ആ മരത്തിന്റെ ഇലയും കറുക നീര് കൂടി രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്ന ഡയബറ്റീസിന് നല്ല ഒരു ഔഷധമാണ്. പിന്നെ കറ്റാർവാഴ. നമ്മുടെ ഈ നാട്ടിലെ പണ്ട് ഇഷ്ടം പോലെ കണ്ടിരുന്ന ഒരു സാധനമാണ് കറ്റാർവാഴ. ഈവൻ ഇന്ന് ക്യാൻസറിന് വരെ അതിന് കറ്റാർവാഴ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ നമ്മുടെ നാവിലൊക്കെ ചെറിയ ക്യാൻസർ അല്ല ചെറിയ നളലുകൾ പോലെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ കറ്റാർവാഴ പോള് കുടിച്ചെടുത്ത് അതിന്റെ തൊലി കളഞ്ഞിട്ട് ആ അകത്തെ ആ പഴുപ്പെടുത്ത് നല്ല 5-6 പ്രാവശ്യം ഉരസിയാൽ ദിവസം 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ആ തീവ്രത കുറയുകയും അത് ഉണങ്ങാൻ തുടങ്ങുകയും ചെയ്യും. പക്ഷെ നല്ല കയ്പായിരിക്കും ഇതിന്. എന്നാൽ പോലും നല്ലൊരു ഔഷധമാണ്. ക്യാൻസറിന് മരുന്നുണ്ടാക്കാൻ കറ്റാർവാഴ പോള ഇപ്പൊ ഉപയോഗിച്ച് വരുന്നുണ്ട്. അത് ഇങ്ങനെ തന്നെ കഴിക്കുക. ഇങ്ങനെ കറ്റാർവാഴ പോളയായിട്ട് തന്നെ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കറ്റാർവാഴ പോള ഞങ്ങള് ക്യാൻസർ വന്നവരെ ചികിത്സിക്കുമ്പോൾ പറയാറുണ്ട് കറ്റാർവാഴയുടെ പഴുപ്പും മഞ്ഞൾ, നല്ല ശുദ്ധമായ മഞ്ഞൾ പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഒരു ദിവസം കഴിക്കാൻ 2-3 നേരം. അത് വരാതെയും തടയും ഉള്ള ക്യാൻസറിനും നല്ലൊരു മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ്. പിന്നെ മുടി വളരാൻ കറ്റാർവാഴ പോലെ നല്ലതാണ്. കറ്റാർവാഴയുടെ പണ്ടുള്ള വീട്ടിലെ അമ്മമാരൊക്കെ കറ്റാർവാഴ ഇട്ട് അല്ലെങ്കിൽ കയ്യുന്നിയിട്ട് ഒക്കെയാണ് എണ്ണ കാച്ചി കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. മുടി വളരാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് കറ്റാർവാഴ. പിന്നെ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന പല അസുഖങ്ങൾക്കും കറ്റാർവാഴ വളരെ നല്ലൊരു ഔഷധമാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ കാണുന്ന ചെത്തി, നമുക്ക് ഔഷധ സസ്യമായിട്ട് വേണ്ട വീട്ടിൽ ഭംഗിക്ക് വേണ്ടി വേണമെങ്കിൽ നട്ട് വളർത്താൻ പറ്റിയൊരു സാധനമാണ് ചെത്തി. അത് ഇന്ന് കാണുന്ന ഈ പല നിറത്തിലുള്ള ചെത്തിയല്ല, വെള്ള മഞ്ഞ പല നിറത്തിൽ ഇന്ന് ചെത്തി കാണാം. അതല്ല പഴയ നാട്ടു ചെത്തി. ഒരുപാട് പൂക്കളൊന്നും ഇന്നിപ്പോ കാണുന്ന മറ്റു ചെത്തിയിൽ ഉണ്ടാവുന്ന പോലെ വലിയ കൊലയോ അല്ലെങ്കിൽ ഒരുപാട് പൂക്കളൊന്നും അതിലുണ്ടാവില്ല. വളരെ കുറച്ച് പൂക്കളെ ഉണ്ടാവുള്ളൂ. എങ്കിൽ പോലും അത് നല്ലൊരു രക്തശോധനത്തിനുള്ള ഒരു നല്ല ഔഷധമാണ് ചെത്തി. അതിന്റെ പൂവിട്ട് എണ്ണ കാച്ചി തേക്കുന്നത് നല്ല. പണ്ട് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളെ തേപ്പിച്ചുകൊണ്ടിരുന്നത് അങ്ങനത്തെ എണ്ണ, കരപ്പം വരാതിരിക്കാൻ ഉണ്ടാക്കി തേപ്പിച്ചുകൊണ്ടിരുന്ന. അതിന്നുണ്ടാക്കുന്ന വെളിച്ചെണ്ണ വെറുതെ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയിലല്ല, നമ്മൾ തേങ്ങ തിരുമ്മി അതിന്റെ പാലെടുത്ത് ആ പാല് വറ്റിച്ച് എണ്ണ ഉണ്ടാക്കി അതില് ചെത്തിപ്പൂ ഇട്ട് കാച്ചിയാണ് പണ്ട് കുഞ്ഞുങ്ങളെ തേപ്പിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞുങ്ങൾക്ക് കരപ്പനോ, കാര്യം അത്രയും രക്തശോധകമാണ് ആ സാധനം. ആ ചെത്തിപ്പൂവിന്റെ എഫക്റ്റ് അത്രത്തോളം വലുതാണ്.
പണ്ട് ഇത് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഇന്ന് പലരും ഇത്രയും മെനക്കെടാനൊന്നും ആരും തയ്യാറല്ല. എങ്കിൽ പോലും വളരെ നമുക്ക് വലിയവർക്കാണെങ്കിലും കേൾക്കാൻ പറ്റിയ ഒരു ചെത്തിപ്പൂ വിട്ട് കാച്ചിയ എണ്ണയൊക്കെ. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നട്ടു വളർത്താം. പിന്നെ തുമ്പ, പണ്ട് ഇഷ്ടം പോലെ തുമ്പ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, ഇന്ന് കാണാനില്ല. ആ വയറിന് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ, ഗ്യാസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഈ തുമ്പയുടെ പൂവും തുമ്പക്കുടം മൊത്തത്തോടെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൃമിയുടെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇതിട്ട് കാച്ചിയ പാല് കൊടുക്കും. തുമ്പക്കുടം കൂടി ഇട്ട് കാച്ചിയ പാല്. പിന്നെയാണ് മുക്കുറ്റി. ഇത് നമ്മുടെ മുറ്റത്ത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. നമ്മൾ പറിച്ച് ദൂരെ കളയും, കാട് പോലെ വളർത്തുന്നത് കൊണ്ട്. ഇത് വിഷത്തിന് പറ്റിയ ചില വിഷങ്ങൾ, ചില കീടങ്ങളൊക്കെ കടിച്ചു കഴിയുമ്പോൾ മുക്കുറ്റി എടുത്ത് മൊത്തം വേരുൾപ്പെടെ എടുത്ത് നന്നായിട്ട് കഴുകി അരച്ച് വെണ്ണയിൽ ചാലിച്ച് പുരട്ടുക. നമുക്ക് നല്ല ഒരു വിഷത്തിന് പറ്റിയ ഒരു ഔഷധമാണ്. കടമലൊക്കെ കുത്തുമ്പോൾ അതിൻ്റെ ആ കടച്ചിലൊക്കെ മാറാൻ വളരെ നല്ലതാണ്. അതിൻ്റെ കൂടെ തന്നെ തുളസി മഞ്ഞളും കൂടി ചേർത്ത് ഒന്നിച്ച് തേച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങൾ മുക്കുറ്റിക്കുണ്ട്. പിന്നെയുള്ളതാണ് മുത്തങ്ങ കാണാനില്ല ഇപ്പം. വളരെ അതിന്റെ ആ കായ്ക്ക് നല്ല ഒരു മണമാണ്. അതിട്ട് കാച്ചുന്ന പാല് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ വലിയവർക്ക് കൊടുക്കാനാണെങ്കിൽ പോലും നമുക്ക് പാല് അങ്ങനെ തന്നെ എടുത്ത് കാച്ചി കുടിക്കുമ്പോൾ കഫം ഉള്ളവർക്ക്, കഫത്തിന്റെ അസുഖമുള്ളവർക്ക് ചിലപ്പം കഫം ഇളകുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പിന്നെ ചുമയായി അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും അതിനെ കുറയ്ക്കാൻ പാല് എന്നാൽ നമുക്ക് പാല് ചെല്ലാതെ നമ്മുടെ എല്ലിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം കാൽസ്യമാണ്. അതിന്റെ ഏറ്റവും നല്ലൊരു സോഴ്സ് പാലാണ്. അപ്പൊ ആ പാല് ചെന്നില്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. പാല് കുടിക്കാതിരിക്കുക എന്നുള്ളതല്ല. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ ഈ രണ്ട് മുത്തങ്ങ ചതച്ചിട്ടിട്ട് ആ പാല് കുടിക്കുകയാണെങ്കിൽ അതിന്റെ ദോഷം ഇല്ലാതാവുകയും എന്നാൽ പാലിന്റെ ഗുണം നമുക്ക് കിട്ടുകയും ചെയ്യും.